മദീനയിൽ പോയി മരിക്കണമെന്ന് ആഗ്രഹിക്കൽ സുന്നത്ത. സുബ്ഹാനല്ലാഹ്. മൻ ശാഅ അൻ യമുത് ബിൽ മദീനതി ഫൽയമുത് ബിഹാ. മദീനയിൽ വഫാത്താകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം അങ്ങ് നടത്തട്ടെ, അങ്ങ് നടന്നോട്ടെ, ആഗ്രഹിച്ചോളൂ എന്ന്. എന്തേ? അവിടെ ഹബീബിന്റെ ശഫാഅത്തുണ്ട്. മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവർക്ക് ഹബീബിന്റെ നാട്ടിലല്ലേ അവരുള്ളത്. ഹബീബിന്റെ ജിവാർ, ഹബീബിന്റെ സാമീപ്യം, അവിടുത്തെ ഒരു നെയ്ബർഹുഡ്, ആ നെയ്ബർഹുഡിന് പോലും അല്ലാഹു മഹത്വം നൽകുന്നുണ്ട്. ഖബർ ശിക്ഷ ഉണ്ടാവില്ല എന്നുവരെ ആലിമീങ്ങൾ. അതാണ് മദീന, ഹബീബിന്റെ മദീന. ബസ്വാറത്ത് ഖോ ഗയി ലേകിൻ ബസീറത്ത് തോ സലാമത്ത് ഹൈ. മദീന ഹംനെ ദേഖാ ഹൈ മഗർ നാദീദ നാദീദ. मदीना जाके हम समझे तक़द्दुस किसको कहते हैं. हवा पाकीज़ा पाकीज़ा फिज़ा संजीद संजीद. മനസ്സുകൊണ്ട് മദീനയിലേക്ക് പോവുക. ഫ്ലൈറ്റ് കയറി പോകാൻ പറ്റൂല, ശരീരം കൊണ്ട് എത്താൻ പറ്റില്ല. മനസ്സുകൊണ്ട് മദീനയെ ഒന്ന് സന്ദർശിച്ചു പോരെ എല്ലാ ദിവസവും. അത് മുഅ്മിനിന്റെ ഒരു മെഡിറ്റേഷൻ അങ്ങനെയാണ്. കഅബയും പരിശുദ്ധ റൗളയും മനസ്സുകൊണ്ട് ഇങ്ങനെ സന്ദർശിച്ചു പോരാ, കാണാൻ കൊതിക്കുക, കൊതി വരണം. ഹലീമ റളിയല്ലാഹു അൻഹാ ഏതാനും ദിവസമായ പിഞ്ചുമോനെ കയ്യിലെടുത്ത് കൊണ്ടുപോകുമ്പോ കല്ലുകളും വൃക്ഷങ്ങളും പറയുന്നത് ഞാൻ കേട്ടുവെന്ന് ഹലീമ റളിയല്ലാഹു അൻഹാ. അസ്സലാമു അലൈക യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയുടെ പേര് കേൾക്കുമ്പോൾ സയ്യിദന എന്ന് പറയൽ പുണ്യമാണ്, സുന്നത്താണ്. ഒരുപക്ഷെ തങ്ങൾ പഠിപ്പിച്ചെന്ന ആ ഹദീസിന്റെ സ്വലാത്തിന്റെ വാക്കിൽ അതില്ലെങ്കിൽ പോലും തഅദ്ദുബൻ മഅ റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളോടുള്ള അദബ് പാലിച്ചുകൊണ്ട് അദബൻ മഅൻ നബി സയ്യിദന എന്ന് പറയണമെന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതിയാവും, സയ്യിദിന മുഹമ്മദ്. പുണ്യനബിയുടെ വിഷയം വരുമ്പോൾ ഹുക്മ് അദബിന് വഴിമാറി കൊടുക്കുമെന്നാണ്. നിയമം അച്ചടക്കത്തിന് വഴിമാറി കൊടുക്കും, നിയമം മാറി നിൽക്കും, അച്ചടക്കം അവിടെ കയറി വരണമെന്ന ഹബീബിന്റെ വിഷയത്തിൽ. ഉദാഹരണം പറയട്ടെ, ഹുദൈബിയ സന്ധി നടക്കുമ്പോൾ ഹിജ്റയുടെ 6-ാം വർഷം അല്ലേ, ഹിജ്റ 8-നാണ് മക്കം ഫത്ഹ് നടക്കുന്നത്, 2 വർഷം മുമ്പാണ് ഹുദൈബിയ. ഹിജ്റയുടെ 6-ാം വർഷം മദീനയിലേക്ക് തങ്ങൾ താമസമാക്കിയതിൻ്റെ 6-ാമത്തെ വർഷം മക്കക്കാരുമായി നബി തങ്ങൾ ഒരു സന്ധിയിൽ ഒപ്പുവെക്കുമ്പോൾ അതാണ് ഹുദൈബിയ ട്രീറ്റി എന്നറിയപ്പെടുന്നത്. 10 വർഷത്തേക്ക് യുദ്ധമുണ്ടാവരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞ, സമാധാനം വേണമെന്ന് നബി തങ്ങൾ ആവശ്യപ്പെട്ട സന്ധിയാണത്. അത് എഴുതുമ്പോൾ ഖുറൈശികൾ പറഞ്ഞു, ഈ സന്ധിയിലെ ക്ലോസുകൾ തുടങ്ങുന്നത് മിൻ മുഹമ്മദിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദിൻ റസൂലില്ലാഹി ഇലാ റുഅസാഇ ഖുറൈശ്. അള്ളാഹുവിന്റെ പേര് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാൻ, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് അല്ലാഹ്, ദ എൻറ്റയർലി മെർസിഫുൾ, ദ സ്പെഷ്യലി മെർസിഫുൾ. മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ്, this is a treaty from Muhammad, the messenger of God, to the leaders of Quraysh. മുഹമ്മദ് നബി തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകർ, ഖുറൈശി നേതാക്കളുമായി ഉണ്ടാക്കുന്ന ഉടമ്പടിയാണിത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോഴേക്കും സുഹൈൽ ഇബ്നു അംർ, അന്ന് അദ്ദേഹം മുസ്ലിമല്ല, സ്വഹാബിയായില്ല, പക്ഷെ പിന്നീട് സ്വഹാബിയായി മാറി, റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, വെട്ടണം. If he knew that you are the messenger of God, we wouldn't have fought you. നിങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിച്ച് ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരില്ലല്ലോ, അതുകൊണ്ട് ആ റസൂലുള്ളാഹ് വെട്ടണമെന്ന് പറഞ്ഞു. നബി തങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു, അത് അല്ലാഹുവിന്റെ ഒരു ഹിക്മത്താ. നബി തങ്ങൾ ചോദിച്ചു, അലിയാരെ എവിടെയാണ് റസൂലുള്ളാഹ് നിങ്ങൾ എഴുതിയത്, അതൊന്ന് വെട്ടിക്കോളൂ. ഞാൻ വെട്ടൂല നബിയെ, എനിക്കത് അള്ളാഹുവിന്റെ റസൂൽ അല്ലയോ നബിയെ അങ്ങ്, അതെങ്ങനെയാ ഞാൻ വെട്ടുന്നത്, എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞു. തങ്ങൾക്ക് എഴുത്തും വായനയും അറിയാതിരുന്നതിന്റെ രഹസ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പുണ്യനബി തങ്ങൾക്കെങ്ങാനും എഴുതാനും വായിക്കാനും അറബി ഭാഷ
അറിയുമായിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനുമായി വന്നാൽ ഖുറൈശികൾക്കോ ശത്രുക്കൾക്കോ ഇത് മുഹമ്മദ് നബി എഴുതിയുണ്ടാക്കിയതാവാം എന്ന് ആരോപിക്കാമായിരുന്നു. പക്ഷേ നബി തങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ലെന്ന് അവർക്കും അറിയാം. അപ്പോൾ നബി തങ്ങൾ ഉണ്ടാക്കിയതല്ല ഇത്. അതിനാണ് നബി തങ്ങൾക്ക് എഴുത്തും വായന അറിയാതിരുന്നത്. റസൂലുള്ളാഹി എവിടെ അലിയാരെ? അപ്പൊ അലിയാരെ പറഞ്ഞു, നബി ഞാനത് വെട്ടൂല എന്ന് പറഞ്ഞു. അവിടുത്തെ ഹുക്ം എന്താണ്? നബി തങ്ങൾ വെട്ടാൻ പറഞ്ഞാൽ വെട്ടണമെന്ന്, അതല്ലേ നിയമം, തങ്ങളുടെ നിയമം. പക്ഷെ അവിടുത്തെ അദബ് എന്താണ്? തങ്ങളോടുള്ള ബഹുമാനം. റസൂലുള്ളാഹി എന്ന പേര് ഞാൻ വെട്ടൂല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അലിയാരെ എനിക്ക് കാണിച്ചുതാ ഏതാണ് റസൂലുള്ളാഹി എന്ന് നിങ്ങൾ എഴുതിയ വാക്ക്. അപ്പൊ അലി തങ്ങൾ കാണിച്ചു കൊടുത്തു. ഫശതബഹു റസൂലുള്ളാഹി, തങ്ങളത് മായ്ച്ചു കളഞ്ഞു. അലി തങ്ങളോട് മായ്ക്കാൻ പറഞ്ഞപ്പോൾ അലിയാര് മായ്ച്ചോ? ഇല്ല. ഇതിന് നബി തങ്ങൾ അലിയാരെ എന്താ പറഞ്ഞതെന്നറിയോ? അന്നദറു ഫീ വജ്ഹി അലി ഇബ്നു അബീ ത്വാലിബ് ഇബാദ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ മുഖത്ത് നോക്കുന്നത് ഇബാദ. അതാ നബി തങ്ങൾ കൊടുത്ത മറുപടി. ഞാൻ പറഞ്ഞ വെട്ടാതിരുന്നതിന്റെ പേരിൽ കുർത്തക്കേട് കൊടുത്തതാണോ നിങ്ങൾ പറഞ്ഞത്? അല്ല, അലിയാര് തങ്ങളുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താണ്. റസൂലുള്ളാഹി തങ്ങളോട് കാണിച്ച അദബിന് ഹബീബ് കൊടുത്ത മഹത്വമാണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളത് വെട്ടി. അലിയാർ നിങ്ങൾക്ക് വെട്ടാൻ പറ്റുന്നില്ല. അത് എങ്ങനെ? എൻ്റെ റസൂലുള്ളാഹിന്റെ പേര് ഞാൻ എങ്ങനെയാണ് വെട്ടുന്നത്? നബി തങ്ങൾ തന്നെയാ വെട്ടുന്നത്. തങ്ങൾ വെട്ടണമെന്ന് പറഞ്ഞതിനെ കൂട്ടാക്കാതിരുന്നതിന് നബി തങ്ങൾ അലിയാരെ ശാസിക്കുകയാണോ ചെയ്തത്? അല്ല. എന്തു പറഞ്ഞു? അലിയാരുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താണ്, ആരാധനയാണ്. അലി തങ്ങളെ നോക്കിയിരിക്കുന്നത് പോലും ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ഹുക്മ്. അദബിന് വഴിമാറി കൊടുക്കും എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ടാണ് ആലിമീങ്ങൾ പറയുന്നത്, ഹബീബായ തങ്ങളുടെ പേര് പറയുമ്പോ സയ്യിദന, ഞങ്ങളുടെ നേതാവായ റസൂൽ, അങ്ങനെ പറയണമെന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. حتى يقولون لمن يرعاها ويحكم لم تحسنوا مرعاها ألم تروا بنت أبي ذؤيب من أين ترعى ما لكم فيه ريبي فيسرحون حيث تسرح الغنم لكنها تعود بالجوع الأتم. പൊന്നുമോൻ റസൂലുള്ളാഹി തങ്ങൾ കയ്യിലിരിക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പൊന്നുമോനുമായി പോകുമ്പോ ഹലീമ ബീവിയുടെ ഉണങ്ങിയ ആ ഒരു കഴുത, ഉണങ്ങിയ അന്ന് വർഷക്കാലമായിരുന്നു, എന്താ പറയാ, ക്ഷാമമുള്ള കാലമായിരുന്നു. പുല്ലൊന്നും ഇല്ല, അകിടുകളിൽ പാലില്ല. ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റുമ്മയായ ഹലീമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് പോലും, ഹലീമ ബീവിക്ക് അവരുടെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റുന്നില്ല. ലംറ എന്ന് പറയുന്ന മോനുണ്ട് ഹലീമ ബീവിക്ക്. നബിതങ്ങളുടെ സഹോദരനാണ്, നബിതങ്ങളുടെ സഹോദരൻ, പോറ്റുമ്മ വഴിക്കുള്ള സഹോദരൻ ലംറക്ക് കുടിക്കാൻ പാലില്ലായിരുന്നു പിഞ്ചുമോൻ. ഹലീമ പറയുന്നു റളിയല്ലാഹു അൻഹ, ഹലീമ ബീവി റളിയല്ലാഹു അൻഹ, ഹബീബിനെ പോറ്റു വളർത്തിയ മുഴുവൻ ഉമ്മമാരും രക്ഷപ്പെടുന്നവരാണ്. നാജൂൻ. കഴുത സ്പീഡിൽ നടക്കാൻ തുടങ്ങി. എൻ്റെ ആടുകൾക്ക് അകിടുകളിൽ പാല് വരാൻ തുടങ്ങി. എൻ്റെ പൊന്നുമോൻ ലംറത്ത് പാല് കുടിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങാൻ തുടങ്ങി. അവൻ പാല് കുടിക്കാൻ കഴിയാതെ വിശന്ന് രാവ് നേരം പുലരുവോളം കരയുന്ന മോനായിരുന്നു. എൻ്റെ പൊന്നുമോൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് മുതൽ എനിക്ക് പാലുണ്ട്, എൻ്റെ ഒട്ടകങ്ങൾക്കുണ്ട്, എൻ്റെ ആടുകൾക്കുണ്ട്. അതുമാത്രമോ, നാട്ടിൽ വരൾച്ചയാണ്, വരൾച്ച. എൻ്റെ ആടുകളെ മേക്കാൻ പോയാൽ എൻ്റെ ആടുകൾ പുല്ല് തിന്ന് തടിച്ചു കൊഴുത്ത് നിറയെ അകിടിൽ പാലുമായി വരുമ്പോ നാട്ടുകാര് പറയാൻ തുടങ്ങി, ഹത്താ യഖൂലൂന ലിമൻ യർആഹാ വൈഹകും ലം തുഹ്സിനൂ മർആഹാ. ആടുകളുടെ മുതലാളിമാർ ആട്ടിടയന്മാരോട് ചോദിക്കാൻ തുടങ്ങി, എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഹലീമയുടെ ആടുകൾ അകിടുകൾ നിറഞ്ഞ പാലുമായി വരുമ്പോൾ ഹലീമയുടെ ആടുകൾ മേയുന്നിടത്തെങ്കിലും ഈ ആടുകളെ കൊണ്ടുപോയി മേയ്ച്ചൂടെ നിങ്ങൾക്ക്?
എന്താ നിങ്ങൾക്ക് മാത്രം പാല് കിട്ടാത്തത്, അവരുടെ തടി നന്നാവാത്തത്, പുഷ്ടിപ്പെടാത്തത്? ഹലീമയുടെ ആടുകൾ എന്താ ഇങ്ങനെ? ഫയസ്റഹൂന ഹൈതു തസ്റഹുൽ ഗനം ലകിന്നഹാ തഊദു ബിൽ ജൂഇൽ അഥം. ഹലീമ ബീവി എവിടെയാണോ ആടുകൾക്ക് പുല്ല് മേയാൻ വിടുന്നത്, അവിടേക്കു തന്നെ നാട്ടുകാർ മുഴുവനും അവരുടെ ആടുകളെ വിടാൻ തുടങ്ങി. എന്നിട്ടും ഹലീമ ബീവിയുടെ ആടുകൾ മാത്രം തടിച്ചു കൊഴുത്തു. അവകൾക്ക് മാത്രം ഒരു പ്രത്യേകത അല്ലാഹു കാണിച്ചു കൊടുത്തു, മറ്റാടുകൾക്ക് അത്രയൊന്നും ആവുന്നില്ല. ഇത് ബറക്കത്തു റസൂലില്ലാ, ലോകത്തിന്റെ ഗുരുവിന്റെ ബറക്കത്താണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമായിരുന്നു അത്. ഹലീം പറയാണ്, പുണ്യനബിക്ക് ഞാൻ പാല് കൊടുക്കുമ്പോൾ എന്റെ വലതു ഭാഗത്ത് നിന്ന് പാല് കൊടുക്കും പുണ്യ റസൂലിന്. അന്ന് റസൂലായില്ല, പിഞ്ചുമോൻ മുഹമ്മദ് നബിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഞാൻ ഇടതുഭാഗത്തേക്ക് എന്റെ മോന്റെ മുഖം മാറ്റുമ്പോ ഇടതുവശത്ത് നിന്ന് പാല് കൊടുക്കാൻ നോക്കുമ്പോൾ പാല് കുടിക്കില്ലായിരുന്നു. എന്തുകൊണ്ടെന്നറിയുമോ? മുഹമ്മദ് നബിയുടെ അത്ര തന്നെ പ്രായമുള്ള പിഞ്ചുമോൻ ലംറയുണ്ട് എൻ്റെ വീട്ടിൽ. ഒരു ഭാഗത്ത് നിന്ന് മുഹമ്മദ് തങ്ങൾ പാല് കുടിച്ച് രണ്ടാമത്തേത് തൻ്റെ കൂടെയുള്ള കൊച്ചനുജന് കൊടുക്കണം എന്ന് ആരാണ് റസൂലുള്ളാഹിനെ പഠിപ്പിച്ചത്? എൻ്റെ മറ്റേ മോന് രണ്ടാമത്തെ സൈഡിൽ നിന്ന് മുഹമ്മദ് നബി തങ്ങൾ പാല് കുടിക്കില്ലായിരുന്നു. അതുകൊണ്ടാ ഈ ജന്മം നമ്മുടെ ബർത്ത്ഡേ പോലെ അല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മുടെ ജന്മദിനം പോലെയല്ല, ഇത് മുഹമ്മദ് മുസ്തഫായുടേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് പിഞ്ചുമോന് ഇങ്ങനെ നീതി വേണം, ഫെയർനെസ് വേണം, ജസ്റ്റിസ് വേണം, കരുണ വേണം, കൂടെയുള്ള ആളിനും കുടിക്കാനും തിന്നാനും ഉള്ളത് ബാക്കി വെക്കണം, എല്ലാം ഞാൻ കുടിച്ചു തീർക്കാൻ പാടില്ലെന്ന് ആരാണ് പിഞ്ചുമോനെ പഠിപ്പിച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലാകെ ക്ഷാമം വന്ന ഒരു നേരം, മഴയില്ലാതെ വന്നപ്പോ, ഇത് സ്വഹീഹായ ഹദീസാണ്, ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആരോടും ഒരു വെറുപ്പോ ഒന്നുമില്ല, കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത്, അത്രയേ ഉള്ളൂ. നമ്മൾ ആരോടൊരു വെറുപ്പില്ല. നമ്മളോട് ആർക്കും വെറുപ്പുണ്ടായിരിക്കാം, അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ കാര്യം മനസ്സിലാക്കണം, തെറ്റിദ്ധാരണകൾ മനസ്സിലാക്കി ജീവിക്കരുത്. ഒരു ലൈഫല്ലേ ഉള്ളൂ, ഇതിൽ റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റാതെ ജീവിച്ചാൽ ഈ ലൈഫ് നഷ്ടമായി പോവില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് മാത്രം പറയാം, പുണ്യനിബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന മക്കയിൽ ഹബീബ് പിഞ്ചുമാൽ കുഞ്ഞായിരുന്ന സമയത്ത് അബൂ ത്വാലിബ് എന്നവർ മക്കായുടെ നേതാവാണ്. ആ നേരത്തെ ആളുകൾ വന്ന് പറഞ്ഞു, അബൂ ത്വാലിബേ ഖഹിത്വന്നാസ്, ജനങ്ങൾക്ക് ക്ഷാമമാണ്, മഴയില്ല. വഷ്തദ്ദ അലൈഹിമുസ്സഅബ്, ഇനി സഹിക്കാൻ പറ്റില്ല അബൂ ത്വാലിബേ, വെള്ളമില്ലാതെ ചങ്ക് വരണ്ടുകൊണ്ട് മനുഷ്യർ മരിച്ചു വീഴും ഇനി മക്കയിൽ. അങ്ങനെയായി. അന്ന് സംസം മൂടപ്പെട്ടിരുന്ന കാലമാണ്. ഹബീബായ നബി തങ്ങളുടെ മൂത്താപ്പയായ അബൂ ത്വാലിബിന്റെ അരികത്തേക്ക് വന്ന് വെള്ളമില്ലെന്ന് പരാതി പറഞ്ഞപ്പോ ഫഅഖ്റജ ഗുലാമൻ അലാ കതിഫിഹി, തന്റെ മക്കളിൽ ഒരു മകനെന്ന് തോന്നുന്ന ഒരു പിഞ്ചുബാലനെ തോളിൽ ഇരുത്തിക്കൊണ്ട് അബൂ ത്വാലിബ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികത്തേക്ക് ആ കുഞ്ഞിനെയും കൊണ്ടുപോയി. തോളിലിരിക്കുന്ന കുഞ്ഞ് മുമ്പിൽ കഅബാലയം, ആ കുഞ്ഞിനെ കൊണ്ട് കഅബാലയത്തെ പിടിപ്പിച്ചു, കൈകൊണ്ട് തൊടാൻ പറഞ്ഞു. ഒരു മുഅ്മിനിന്, ഒരു വിശ്വാസിക്ക് ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഇടമാണ് കഅബാലയം. കരഞ്ഞ് നനഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ ആവശ്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അല്ലാഹു തെരഞ്ഞെടുത്ത ഭൂമിയിലെ മണ്ണുകളിൽ, ഭൂമിയിലെ ശ്രേഷ്ഠമായ ഭവനങ്ങളിൽ, മസ്ജിദുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധ കഅബാലയത്തിന്റെ അരികത്തല്ലാതെ, ഹബീബിന്റെ അരികത്തല്ലാതെ ഇവിടെയാണ് മുഅ്മിനീങ്ങൾക്ക് അവരുടെ മനസ്സിന്റെ വേദനകളെ, ഭാരങ്ങളെ ഇറക്കി വെക്കാനുള്ളത്. പുണ്യനിബിതങ്ങൾ അവിടുന്ന് കഅബാലയത്തിനെ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. മേഘങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. മക്കായുടെ
മക്കായുടെ ആകാശത്ത് മേഘങ്ങൾ ഒരുമിച്ചുകൂടി വസയ്യബത് മാഅൻ കഅഫ്വാഹിൽ ഖിറബ്, കൂജകളിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന പോലെ അതിശക്തമായ മഴ പെയ്തു മക്കയിൽ. അതിനെക്കുറിച്ചാണ് അബൂ താലിബ് പാട്ട് പാടിയത്. ഈ പാട്ട് ഹദീസിൽ ഉദ്ധരിക്കപ്പെട്ട വാക്കാണ് ഈ രണ്ട് വരികൾ. وأبيض يستسقى الغمام بوجهه ثمال اليتامى عصمة للأرامل. വെളുത്ത സുന്ദരനായിരുന്ന മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ പറയണെന്നറിയോ? നബി തങ്ങളുടെ ഉപ്പയുടെ ജ്യേഷ്ഠൻ അബൂ താലിബ് എന്നവര്. ഏതൊരു മഹാന്റെ പരിശുദ്ധമായ മുഖത്തെ മുൻനിർത്തിയാണോ അള്ളാഹുവിനോട് മഴ ചോദിക്കാൻ പറ്റുന്നത്, ആ മുഖത്തിന്റെ ഉടമയായവരെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി മഴ ചോദിച്ചു എന്നായി പറയുന്നത്. ثمال اليتامى عصمة للأرامل. വാപ്പയില്ലാതെ ജനിച്ച നിബിതങ്ങൾ, വാപ്പയില്ലാതെ വാപ്പയെ കാണാതെ പിഞ്ചുനാളിലെ വാപ്പയെ നഷ്ടപ്പെട്ട പിഞ്ചുമക്കൾക്ക് അഭയം നൽകിയവരെ നബിയേ. കല്യാണം കഴിഞ്ഞു പോയ പെണ്ണുങ്ങൾ വിധവകളായി മാറുമ്പോ, അവരുടെ ഭർത്താക്കന്മാർ മരിച്ചു പോകുമ്പോ, യുദ്ധങ്ങളിൽ വധിക്കപ്പെട്ടു പോകുമ്പോൾ, പരിരക്ഷിക്കാൻ ആളുകളില്ലാതെ വരുമ്പോൾ, ചൂഷകന്മാർ കഴുകന്മാരെ പോലെ വട്ടമിട്ട് പറക്കുമ്പോൾ, നിരാലംബരായ വിധവകളായ പെണ്ണുങ്ങൾക്ക് ജീവൻ കൊടുത്തു പോലും അഭയം കൊടുക്കാൻ മുന്നോട്ട് വന്നവരെ നബിയേ. ചാരിറ്റിക്ക് ഇത്ര വലിയ മാതൃക കാണിച്ചത് പുണ്യനിബിതങ്ങളല്ലാതെ ആരാണ് മുഅ്മിനീങ്ങളെ? ആരാ? തങ്ങളുടെ ദൗത്യം അതായിരുന്നു, പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക. നിബിതങ്ങളോട് അല്ലാഹുവിന്റെ വാക്കതാ, നബിയെ പാവപ്പെട്ടവരെ അങ്ങ് അകത്തി മാറ്റരുതേ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശി യുരീദൂന വജ്ഹ ولا تعد عيناك عنهم تريد زينة الحياة الدنيا إنما ترزقون بفقرائكم. ഈ സദസ്സിലുള്ള ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ നാളെ ഉച്ചക്ക് എൻ്റെ മക്കൾക്ക് എന്ത് കറി വെച്ചു കൊടുക്കും? നാളെ മകന്റെ സ്കൂളിൽ ഫീസ് അടക്കാനുണ്ട്, മദ്രസക്ക് ഫീസ് അടക്കാനുണ്ട്, പിന്നെ ട്യൂഷൻ സെന്ററിൽ ഫീസ് അടക്കാനുണ്ട്, ഹോസ്പിറ്റലിൽ പേയ്മെന്റ് ഉണ്ട്, നാളെ മരുന്ന് വാങ്ങാൻ പോകാനുണ്ട്. റബ്ബേ, എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഈ നേരം ചിന്തിക്കുന്ന ഫുഖറാ എത്ര മിസ്കീന്മാരുണ്ട് ലോകത്ത്. നാളെ റബ്ബേ ഞാൻ എന്ത് ഭക്ഷണം കഴിക്കും, എൻ്റെ മക്കൾക്ക് എന്ത് തിന്നാൻ കൊടുക്കും എന്നാലോചിക്കുന്ന വാപ്പമാർ അറിയണേ, അങ്ങനെ മനസ്സുകൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ പാവങ്ങളെ കൊണ്ടാണ് അള്ളാഹു നാടിനെ നിലനിർത്തുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരാണ് ഈ ഭൂമിയിലെ റബ്ബിന്റെ റഹ്മത്ത് കടന്നു വരാൻ കാരണക്കാരാകുന്നത്. അതുകൊണ്ട് അവരെ കൈവടിയരുത് എന്ന് പഠിപ്പിച്ച നബിയേ. ആരായി പാടുന്നത്? നബി തങ്ങളുടെ മുത്താപ്പ അബൂ താലിബ് എന്നവർ. പരിശുദ്ധമായ ഈ പാട്ടിനെ കുറിച്ച് പിന്നീട് നബി തങ്ങൾ ഓർക്കുകയുണ്ടായി. എന്ന് മദീന പള്ളിയിൽ മസ്ജിദുൻ നബവി തിങ്ങി നിറഞ്ഞിരിക്കുന്ന മദീന പള്ളിയെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാ. ഈത്തപ്പന ഓലകൾ മടഞ്ഞ് ആ ഓലകളെ കൊണ്ടുണ്ടാക്കിയ മസ്ജിദിന്റെ മേൽക്കൂര, താഴെ മണലാണ്, മണലും ചരൽക്കല്ലുമാണ് ഫ്ലോറിങ്. ഇങ്ങനത്തെ ഒരു കാർപ്പറ്റ് പോലും ഇല്ല അല്ലേ? നമ്മളിപ്പോൾ വേദനിരിക്കുന്ന പോലും നല്ല ഒരു പേയ്മെന്റ് ചെയ്ത നല്ലൊരു ഒരു ഒരു പ്ലാറ്റ്ഫോമിലാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് മൻ മസ്സൽ ഹസ്വാ ഫഖദ് ലഗാ. ഇമാം ഖുതുബ നിർവഹിക്കുമ്പോൾ, മിമ്പറിൽ ഖുതുബ നിർവഹിക്കുമ്പോഴേ ചരൽക്കല്ല് തൊട്ടാൽ അവന് ചുമയുടെ പുണ്യം നഷ്ടപ്പെടും എന്ന് പറയാൻ കാരണം, ചരൽക്കല്ല് കൊണ്ടുവെക്കാനല്ലത്, അന്ന് ഫ്ലോറിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മൊബൈലിൽ കളിച്ചാൽ, ഇമാം ഖുതുബ നിർവഹിച്ചുകൊണ്ട് മിമ്പറിൽ ഖുതുബ നിർവഹിക്കുമ്പോൾ മൊബൈലിൽ ടൈം നോക്കി ഒരു കോൾ ഓഫ് ചെയ്തു, ഒരാൾക്ക് മെസ്സേജ് ചെയ്തു, ആ ഖുതുബയുടെ പുണ്യം നഷ്ടപ്പെട്ടു. മൻ മസ്സൽ ഹസ്വാ ഫഖദ് ലഗാ. ചരൽക്കല്ലുമ വെറുതെ തൊട്ട് കളിക്കാൻ നിന്നാൽ ഇമാമ് മിമ്പറിലാണോ, നിങ്ങളുടെ ജുമുഅയുടെ പുണ്യം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ജുമുഅ മലയാള പ്രസംഗം നടത്താനുള്ള സ്ഥലമല്ല എന്ന് പറയാൻ കാരണം.
പ്രസംഗത്തിനുണ്ടോ അങ്ങനെ നിയമം? ചരൽക്കല്ല് തൊട്ടാ നിസ്കാരം ഖുതുബ? അത് പ്രസംഗത്തിൻ്റെ സ്ഥലമല്ല, അത് ഖുതുബ എന്നൊരു ഇബാദത്തിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ട് ചരൽക്കല്ല് തൊട്ടാൽ പോയി നിസ്കാരം, ജുമുഅയുടെ പുണ്യം നഷ്ടപ്പെടും. അതുമല്ല, ഇദാ ഖുൽത ലി സാഹിബിക അൻസിത് വൽ ഇമാമു യഖ്തുബ് ഫഖദ് ലഗൗത്. നിന്റെ അടുത്തുള്ള ഒരാൾ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേ നീ മിണ്ടല്ലടോ, ഖുതുബല്ലേ നടക്കണത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നിങ്ങളുടെ ഖുതുബൻ്റെ കൂലി പോയി എന്നാ. അതുപോലും പറയാൻ പാടില്ല. ഇതൊക്കെ ഏതെങ്കിലും സാധാ പ്രസംഗത്തിനുണ്ടോ? ഇല്ല. പുണ്യനബി തങ്ങളുടെ മസ്ജിദിൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ ഗുരു ആ മസ്ജിദിൻ്റെ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുണ്ട്. തിങ്ങ് നിറഞ്ഞ മദീന പള്ളിയിൽ ഒരു അഹ്റാബി ഓടി വരുന്നു, വസ്ത്രം വലിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഹബീബിന്റെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞൂടെ, ഹബീബിന്റെ ഖാദിമ്, ദ സെർവന്റ് ഓഫ് ദ മെസഞ്ചർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുകയാണ്. മഹാനദിന് സാക്ഷിയാണ്. ജുമുഅ നടന്നുകൊണ്ടിരിക്കുക, ഖുതുബ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഓടി വരുന്നു. യാ റസൂലല്ലാഹ് ഹലകത്തിൽ അംവാലു വൽ മവാശി, ഞങ്ങളുടെ കന്നുകാലികൾ ചത്തൊടുങ്ങി നബിയേ, കൃഷികൾ നശിച്ചു നബിയേ, വതഖത്തഅത് ബിനസ്സുബുൽ, ഞങ്ങൾക്ക് ജീവിക്കാൻ ഇനി ഒരു വഴിയുമില്ല, ഞങ്ങൾ മരിക്കുകയാണ്, മഴയില്ല നബിയേ, മഴയില്ല. ഫദുഅല്ലാഹ അൻ യസ്ഖിയനാ, ഞങ്ങൾക്ക് മഴ തരാൻ അങ്ങ് ദുആ ചെയ്യണേ നബിയേ. ഇതാണ് മുഅ്മിനീങ്ങൾ ഹബീബിനോട് വന്ന്, വലൗ അന്നഹും മുഅ്മിനീങ്ങൾ ഹബീബിനോട് വന്ന്, വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ, അങ്ങയുടെ ഹളറത്തിൽ വന്നുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു. നിങ്ങൾ വീട്ടിൽ നിന്ന് പൊറുക്കലിനെ ചോദിക്കുന്നതും ഹബീബിന്റെ ഹളറത്തിൽ വന്ന് പൊറുക്കലിനെ ചോദിക്കുന്നതും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ ആയത്താണിത്. അതുകൊണ്ടാണ് നമ്മൾ മദീനത്തേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് വരുന്ന പോരെ, റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞ ഇവിടുന്ന് കിട്ടൂലേ? കിട്ടും. പക്ഷെ ഹബീബിന്റെ ഹളറത്തിൽ എത്തുന്നതിന് പുണ്യം വേറെയാണ്. ആ ഒരു നെയ്ബർഹുഡ്, ഹബീബിന്റെ കമ്പാനിയൻഷിപ്പ്, തങ്ങളുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്ന ആ ഒരു ബ്ലെസ്സിങ്, അത് വല്ലാത്തൊരു അനുഭവമാണ്. മുഅ്മിനിന് കിട്ടേണ്ടതാണ്. സമ്പത്തുണ്ടോ, പൈസ ഉണ്ടോ, സമയമുണ്ടോ, യാത്ര ചെയ്യാൻ പറ്റുമോ? ഇടക്കിടക്ക് മക്കയിലും മദീനയിലും പോകണം. നമ്മുടെ ഈമാനെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യണം, ഈമാനെ ഒന്ന് ഉയർത്തിയെടുക്കണം. ഒന്ന് സർവീസ് ചെയ്യാന്നൊക്കെ പറയില്ലേ, വണ്ടി, നമ്മുടെ ഹാർട്ടിനെ ഒന്ന് സർവീസ് ചെയ്യണം ഇടക്കിടക്ക്. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, യു ഷുഡ് ഫ്രീക്വൻലി ഡു ഹജ്ജ് ആൻഡ് ഉംറ. ഇടക്കിടക്ക് ഹജ്ജും ഉംറയും ചെയ്യണമെന്ന. പറ്റുന്നവർ അത് ചെയ്യണം, സാധിക്കുന്നവർ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇനിയും മദീനയിലും മക്കയിലും എത്താൻ പറ്റാത്തവർക്ക് അള്ളാഹുവെ ഒരിക്കലെങ്കിലും അവിടെ എത്താനുള്ള ഭാഗ്യം ഈ സദസ്സിൽ ആമീൻ പറയുന്ന എല്ലാ മുഅ്മിനാത്തുകൾക്കും, ഈ പരിപാടി ലൈവ് കേൾക്കുന്നവരും പിന്നീട് കേൾക്കുന്നവരുണ്ടാകാം. അള്ളാഹു ഇതിൻ്റെ 2 ഹറമൈനുകളിൽ എത്താനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ, ആമീൻ. സ്വഹാബി വന്ന് പറയുന്നു, നബിയേ ഫദുല്ലാഹ അൻ യസ്ഖിയനാ, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം നബിയേ, അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. തങ്ങളങ്ങ് കൈയുയർത്തി മദീന മിമ്പറിലാണ്, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, ഞങ്ങൾക്ക് മഴ വേണം അല്ലാ, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് മഴ വേണം. ഇത് പറഞ്ഞപ്പോഴേക്കും ഫഅഖ്ബല السحاب وما في السماء وما في السماء قزعة سحاب, ആകാശത്തെ മേഘത്തിന്റെ ഒരു ചെറു പടലം പോലും ഇല്ലായിരുന്നു. അങ്ങ് വന്നു മേഘപടലങ്ങൾ, മഴ പെയ്തു, മഴ പെയ്തു. ആ മഴവെള്ളത്തിന്റെ ചെളിയിൽ തലവെച്ചുകൊണ്ടാണ് അവർ സുജൂദ് ചെയ്തത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു. ആ സെക്കൻഡ് വരെയുടെ മഴയില്ല. ഇത് സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണിത്, വളരെ പ്രബലമായ ഹദീസ്. പിറ്റത്തെ ആഴ്ച വീണ്ടും ഇതേ ആൾ ഓടി വന്നു, ഒരാഴ്ച കണ്ട് മഴ പെയ്തു. മഴ മതി നബിയേ, ഞങ്ങൾക്ക് മഴ മതി, മഴ മതി നബിയേ, ഇനിയും മഴ പെയ്താൽ ഞങ്ങളുടെ വീടുകൾ ഒലിച്ചു പോകും നബിയേ, മഴ നിർത്താൻ പറയണം. അങ്ങനെ പുണ്യനബി മദീന നഗരത്തിന്റെ മുകളിൽ കൈകൊണ്ടൊരു വട്ടം വരച്ചു മിമ്പറിൽ നിന്നുകൊണ്ട്. അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, പടച്ചവനെ ഞങ്ങൾക്ക് മഴ മതി, മഴ ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണമേ.
اللهم على الآكام والجبال والضراب ومنابت الشجر وبطون الأودية. പടച്ചവനെ, കൃഷിയിടങ്ങളിലേക്ക്, താഴ്വാരങ്ങളിലേക്ക്, മൃഗങ്ങൾക്ക് ആവശ്യമുള്ളിടങ്ങളിലേക്ക്, മനുഷ്യർക്ക് എവിടെയൊക്കെ മഴ വേണമോ അവിടേക്ക് ഞങ്ങൾക്ക് മഴ മതി റബ്ബേ, ഞങ്ങൾക്ക് ചുറ്റും കൊടുക്കണേ എന്ന് ആകാശത്ത് എത്രയാണോ ഹബീബ് വട്ടം വരച്ചത്, ആ വട്ടത്തിന് പുറത്തേക്ക് മേഘങ്ങൾ നീങ്ങുന്നതും മഴ മാറിപ്പോകുന്നതും ഞങ്ങൾ കണ്ടു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ, ആയിരക്കണക്കിന് സ്വഹാബികൾ ഇതിന് സാക്ഷിയാണ്. ആ തലയാഴ്ച മഴ പെയ്തപ്പോ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാർ ചെളിവെള്ളത്തിൽ കാലിട്ടടിച്ച് കളിക്കുന്നത് കണ്ടപ്പോ പുണ്യനബി പറഞ്ഞു പോയി, ലൗ റആ ഹാദാ അബൂ താലിബിൻ. എൻ്റെ മൂത്താപ്പ അബൂ താലിബ്, അവർ മുസ്ലിമല്ല, പക്ഷെ നബിയെ സംരക്ഷിച്ച ആളാ. എൻ്റെ മൂത്താപ്പ അബൂ താലിബ് ഇതൊന്ന് കണ്ടിരുന്നെങ്കിൽ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ മനസ്സറിഞ്ഞ കൂട്ടുകാരൻ, സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ, അന്നൊരിക്കൽ അങ്ങ് കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ അങ്ങയെ തോളിൽ വെച്ചുകൊണ്ട് കഅബാലയത്തിന്റെ ചുമര് പിടിപ്പിച്ച് മഴ വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് മക്കയിൽ മഴ പെയ്ത സംഭവമാണോ അങ്ങ് ഓർക്കുന്നത്? അത് പറഞ്ഞിട്ട് അബൂ താലിബ് 2 വരികൾ പാടിയല്ലോ, അതാണോ അങ്ങ് ആലോചിക്കുന്നത്? അതേന്ന് പറഞ്ഞു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് കൂടെ ആവർത്തിച്ചു. ഒരു 50 കൊല്ലങ്ങൾക്ക് ശേഷം, വഅബയള യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി തിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. മുഖം വെളുത്തവരെ, സുന്ദരനായവരെ, ആർ കാരണമാണോ മഴ വർഷിക്കാൻ നിമിത്തമാകുന്നത്, അള്ളാഹുവിന്റെ റഹ്മത്തിന് നിമിത്തമാകുന്നവരെ നബിയേ, തിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി, വിധവകൾക്ക്, യതീമുകൾക്ക്, മിസ്കീന്മാർക്ക് അഭയമായവരെ നബിയേ, അതാണോ അങ്ങ് പറയുന്നത്? തങ്ങൾ പറഞ്ഞു, അജൽ അജൽ ഹാദല്ലദീ ദകർതു മിൻ കലാമിഹി. അബൂ താലിബ് അന്നാ പാടിയ ഈ വരികൾ ഞാൻ ഇന്നിങ്ങനെ ഓർക്കുകയാണ് എന്ന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ജനനം നമ്മുടെ ഒരാളിന്റെ ജനനം പോലെയല്ല, ഹബീബിന്റെ മരണം നമ്മുടെ മരണം പോലെയുമല്ല. ഹയാതി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ മരണം നിങ്ങൾക്ക് ഖൈറാൻ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഫഉശർരിഉ ലക്കുമുശ് ശറാഇ, ദീനിന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. എന്നാൽ ഞാൻ മരണപ്പെട്ടുപോയി മണ്ണിനുള്ളിലേക്ക് ചെന്നുപോയാൽ എല്ലാം തീർന്നു എന്ന് മനസ്സിലാക്കല്ലേ. തുഅറദു അലയ്യ അഅമാലുക്കും, എൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അനുയായികൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എനിക്ക് അല്ലാഹു കാണിച്ചു തരുന്നുണ്ട്. ഞാൻ മരണപ്പെട്ടു പോയാൽ അതിൽ ഞാൻ കാണുന്ന നന്മകൾ കാണുമ്പോൾ ഹമിദുല്ലാഹ്, അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മത്തികൾ നന്മയാണല്ലോ ചെയ്യുന്നത്, അവിടെ നല്ലതാണല്ലോ ആളുകൾ കേൾക്കുന്നത്, അവർ നന്മയാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് സ്തുതി പറയും നബി തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മുഅ്മിനീങ്ങളാണോ ഈ സദസ്സ് ഹബീബിനെ കാണിക്കപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ? ഈ സദസ്സ് മദീനയിലിരുന്നു കൊണ്ട് ഹബീബിനെ അറിയാൻ കഴിയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വെച്ചാൽ അള്ളാഹിന്റെ ഇൽമ് നബി ഞങ്ങൾക്കുണ്ട് എന്നല്ല പറഞ്ഞതിനർത്ഥം. അള്ളാഹുവിന്റെ സിഫാത്തുകളെ പോലെ ഒരാളുമില്ല, അപ്പോഴല്ലേ ഇസ്ലാം തന്നെ ശരിയാവുള്ളൂ. നബി തങ്ങൾ റഊഫാണ്, റഹീമാണ്. അള്ളാഹു റഊഫ് റഹീമ, പക്ഷെ അള്ളാഹിന്റെ റഊഫത്ത് റഹ്മത്ത് പോലെയല്ല ഹബീബിന്റെ റഊഫത്തും റഹ്മത്തും. വ്യത്യാസമുണ്ട്, പക്ഷേ ആ വിശേഷണം ഹബീബിന് നൽകപ്പെട്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങൾ പറയുന്നു, വമാ റഅയ്തു ഗൈറ ദാലിക്, നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും തെറ്റുകള്, നിങ്ങൾ നിസ്കരിക്കാതിരിക്കുന്നത്, നിസ്കാരം ഖളാ ചെയ്യുന്നത്, മദ്യപിക്കുന്നത്, തോന്നിവാസങ്ങൾ ചെയ്യുന്നത്, കാണുന്നത്, പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം എൻ്റെ പരിശുദ്ധ ഖബറിലേക്ക് എനിക്ക് കാണിക്കപ്പെടുമ്പോൾ ഇസ്തഗ്ഫറുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞ നബിയാണ് നമ്മുടെ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന്റെ റഹ്മത്തായി വന്ന മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. ഈ പ്രവാചകർ മക്കയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് മക്കയിൽ കഴിഞ്ഞുപോയ ആളുകൾ ആ കാലഘട്ടക്കാർ, നിബിതങ്ങളുടെ ദഅവത്ത് കിട്ടാതിരുന്ന ആളുകൾ, പ്രവാചകരുടെ നുബുവത്തിന് മുമ്പ് കഴിഞ്ഞുപോയവർ, അഹ്ലുൽ ഫത്ര എന്ന് പറയുന്നവർ, അവർ രക്ഷപ്പെടുന്നവരാണ്, അവരിൽ പെട്ടവരാണ് നബിതങ്ങളുടെ ഉപ്പയും ഉമ്മയും ആമിന ബീവിയും അബ്ദുല്ലാഹി തങ്ങളും. അങ്ങനെയാണ് അവർ നബിതങ്ങൾ വരുന്നതിന് മുമ്പ് കഴിഞ്ഞവരാണ്, അഹ്ലുൽ ഫത്രയാണ്. തങ്ങൾക്ക് നബി പ്രവാചകത്വം ലഭിക്കുന്നത് 40-ാമത്തെ വയസ്സിലല്ലേ? ആ 40-ന്റെ മുമ്പ് നബിതങ്ങൾ റസൂലല്ല. ആ കാലഘട്ടങ്ങളിൽ മരിച്ചുപോയവർ ഈസ നബിയുടെയും നമ്മുടെ നബിതങ്ങളുടെയും ഇടയിലുള്ള 5 നൂറ്റാണ്ടുകാലത്തെ മക്കയിലും പരിസരത്തും കഴിഞ്ഞുപോയ ആളുകൾ മുഴുവനും രക്ഷപ്പെടുന്നവരാണെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ പക്ഷം. അവർ അല്ലാഹു ശിക്ഷിക്കൂല. എന്താണ് നല്ലത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രവാചകനോ ഒരു വേദഗ്രന്ഥമോ ഇല്ലാതിരുന്ന കാലമല്ലേ അത്? അതുകൊണ്ടാ പ്രവാചകരുടെ ഉപ്പയും ഉമ്മയും രക്ഷപ്പെടുന്നവരാണ് എന്ന് പറയാനുള്ള ഒന്നാമത്തെ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. ഒരു പ്രവാചകനെ നിയോഗിക്കാതെ ഒരു സമൂഹത്തെയും നാം ശിക്ഷിക്കുകയില്ല. പ്രവാചകർ അന്തിമ റസൂലാണ്. നമുക്ക് പുണ്യനബി ലോകത്തിന്റെ റഹ്മത്തുൽ ലിൽ ആലമീന വ റസൂലുൽ ലിസ്സഖലൈൻ, ജിന്നുകൾക്കും മനുഷ്യർക്കും ഖിയാമത്ത് നാൾ വരെയുള്ള റസൂല നമ്മുടെ റസൂല് മുഹമ്മദ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് ഹബീബിന്റെ ശരീഅത്ത് സ്വീകരിച്ചേ പറ്റൂ. തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവർ അതിൽപ്പെട്ടവരാണ് അവർ. റസൂലുള്ളാഹി ഞങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അർബഅത്തുൻ യഹ്തജൂന യൗമൽ ഖിയാമ. 4 വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് വന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ തർക്കിക്കുമത്രേ, അവരുടെ വാദം സമർപ്പിക്കും. 1 റജുലുൻ അസമ്മു, ചെവി കേൾക്കാത്ത മനുഷ്യൻ. മറ്റൊന്ന് ബുദ്ധിയില്ലാതിരുന്ന മനുഷ്യൻ, അഹ്മഖു. വറജുലുൻ ഹരിമു, പ്രായമായ മനുഷ്യൻ. വറജുലുൻ മാത ഫീ ഫത്ര, പ്രവാചകർ നബിയായി വരുന്നതിന് മുമ്പ് മരിച്ചുപോയവർ. 4 ആളുകൾ. ഒന്ന് ചെവി കേൾക്കാത്ത ആള്, മറ്റൊന്ന് ബുദ്ധിയില്ലാതിരുന്ന ആള്, മെന്റലി റിട്ടാർഡഡ്, മെന്റലി ചാലഞ്ച്ഡ്. ബുദ്ധിയില്ലാതെ അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ഓട്ടിസം ബാധിക്കുന്ന കുട്ടികൾ അങ്ങനെയായിരിക്കും. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവർ, അങ്ങനത്തെ. പിന്നെ ഒരു പ്രായമുള്ള മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഫതറത്തിന്റെ കാലത്ത് മരിച്ച മനുഷ്യൻ. 4 പേരും അല്ലാഹുവിനോട് വന്ന് പരാതി പറയും. അമ്മൽ അസ്വമ്മ, ചെവി കേൾക്കാത്ത ആള് വന്ന് പറയും, ഫയഖൂലു റബ്ബി, പടച്ചവനെ, ലഖദ് ജാഅൽ ഇസ്ലാം, ഇസ്ലാം കടന്നു വന്നപ്പോ മാ അസ്മഉ ശൈആ, എനിക്കൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല, എനിക്കറിയില്ലായിരുന്നു റബ്ബേ ഇവിടെ ദീനുണ്ടായിരുന്നുവെന്ന് ഞാൻ കേട്ടില്ലായിരുന്നു റബ്ബേ. വഅമ്മൽ അഹ്മഖു, ബുദ്ധിയില്ലാത്ത ആള് പറയും, റബ്ബി, പടച്ചവനെ, ലഖദ് ജാഅൽ ഇസ്ലാം, ഇസ്ലാം കടന്നു വന്നപ്പോ വസ്സുബിയാനു യഹ്ദിഫൂനനി ബിൽ ബഅർ, കന്നുകാലികളുടെ കാഷ്ടം ഉണങ്ങിയതിനാണ് ബഅർ എന്ന് പറയാ. ചെറിയ കുട്ടികളൊക്കെ ആ കല്ലുകളെ കൊണ്ടോ അവശിഷ്ടങ്ങളെ കൊണ്ടോ എന്നെ എറിയുകയായിരുന്നു റബ്ബേ, എനിക്ക് ബുദ്ധിയില്ലായിരുന്നു. ആ കാലത്തല്ലേ ഞാൻ ഇസ്ലാം കാണുന്നത്. വഅമ്മൽ ഹരിമു, പ്രായമായി അത്തും വിത്തും പിടിച്ച പ്രായം, ബുദ്ധി നഷ്ടപ്പെടുന്ന, ഓർമ്മ നഷ്ടപ്പെടുന്ന, ഡിമെൻഷ്യ വരുന്ന പ്രായം. ആ പ്രായക്കാര് പറയും, റബ്ബി ലഖദ് ജാഅൽ ഇസ്ലാമു വമാ അഅഖിലു ശൈആ, ഇസ്ലാമിനെ പറ്റി ഞാൻ കേൾക്കാൻ തുടങ്ങുമ്പോ ഒന്നും ചിന്തിക്കാനുള്ള ഒരു കഴിവെനിക്കില്ലായിരുന്നു റബ്ബേ, വാർദ്ധക്യം എന്നെ തളർത്തിക്കളഞ്ഞിരുന്നു. ഇതൊക്കെ ജനിച്ചിട്ട് കേൾക്കാൻ പറ്റുന്നവരെ കുറിച്ചോ ജനിച്ചിട്ട് അറിയാൻ പറ്റുന്നവരെ കുറിച്ചോ അല്ല. ആദ്യമായിട്ട് ഇസ്ലാം കേൾക്കുമ്പോൾ തന്നെ പ്രായമായതിനു ശേഷമാണ് അറിയുന്നത്. ചെവി കേൾക്കാത്ത അവസ്ഥയിലാണ്, ബുദ്ധിയില്ലാത്ത അവസ്ഥയിലാണ്. പ്രവാചകരുടെ ഉമ്മയായ അബ്ദുള്ള തങ്ങളും ഉമ്മയായ ആമിന ബീവിയും ഉപ്പയായ അബ്ദുള്ള തങ്ങളും വല്യുപ്പ അബ്ദുൽ മുത്തലിബും ഇവരെല്ലാം കഴിഞ്ഞുപോയ ഫതറത്തിന്റെ കാലക്കാർ. അവര് പറയും, മാ അതാനി ലക റസൂൽ, പടച്ചവനെ, ഒരു റസൂലും ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്താണ് ചെയ്യേണ്ടതെന്ന്.
അങ്ങനെ അള്ളാഹുവിനോട് പരാതി പറയുമ്പോ റബ്ബ് തആല അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമാത്രമല്ല, നബി തങ്ങളുടെ അഹ്ലു ബൈത്താണ്. നബി തങ്ങളുടെ ഉമ്മയും ഉപ്പയും അവിടുത്തെ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാ. മൻ റളിയ മിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലസൗഫ യുഅതീക റബ്ബുക ഫതർളാഹ്. അല്ലാമ ഇബ്നു ജരീർ, മുഹമ്മദ് ഇബ്നു ജരീർ അത്ബരി അവിടെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ ആയത്തിനെ കുറിച്ച്, നബിയേ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാഹ്, അങ്ങേക്ക് അല്ലാഹു നൽകും നബിയേ നാളെ പരലോകത്ത്. ഫതർളാഹ്, അങ്ങേക്ക് മനസ്സിന് സന്തോഷം വരും നബിയേ. Allah will give you in abundance until you will feel content. അങ്ങേക്ക് മതിവരോളം അല്ലാഹു തരും നബിയേ. ഇതാണ് ഖുർആന്റെ ആശയം. അങ്ങേക്ക് മതിവരോളം അല്ലാഹു തരും നബിയേ. വമിൻ റിളാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽക്ക് മതിവരണമെങ്കിൽ അല്ലാ യദ്ഖുല അഹദും മിൻ അഹ്ലി ബൈതിഹിന്നാർ, നബി തങ്ങളുടെ വീട്ടുകാരിൽപ്പെട്ട ഒരാളും നരകത്തിലേക്ക് പോകുന്നത് ഹബീബിന് ഇഷ്ടമല്ല. അപ്പൊ ഉമ്മയും ഉപ്പയും അടക്കം സ്വർഗത്തിൽ വന്നാലേ ഹബീബിന് ഇഷ്ടമാകൂ. അങ്ങനെ ഹബീബിന് ഇഷ്ടമാകുന്നവരെ അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉമ്മയും ഉപ്പയും അടങ്ങുന്ന അഹ്ലു ബൈത്ത്, അവിടുത്തെ വീട്ടുകാർ സ്വർഗത്തിലേക്ക് എത്തുന്നവരാണ് എന്നല്ലയോ അതിൻ്റെ അർത്ഥമെന്ന് സമർത്ഥിക്കുന്നത് എൻ്റെ വാദമല്ല. അല്ലാമ സുയൂത്തി തങ്ങൾ സമർത്ഥിക്കുകയാണ്. യാ അല്ലാഹ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു അത്രേ. അബൂ സഈദ് എന്നവർ ശറഫുൻ നുബുവയിൽ ഉദ്ധരിക്കുന്നു, മുല്ലാ തങ്ങളുടെ സീറയിലുണ്ട്, സഅൽതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാ യുദ്ഖിലന്നാറ അഹദൻ മിൻ അഹ്ലി ബൈതി, എൻ്റെ വീട്ടുകാരിൽപ്പെട്ട ഒരാളെയും നരകത്തിൽ കടത്തരുത് എന്ന് ഞാൻ റബ്ബിനോട് ചോദിച്ചപ്പോൾ ഫഅഅതാനി ദാലിക, എനിക്കത് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹബീബിന്റെ ഉമ്മയോ ഉപ്പയോ നരകത്തിലാണെന്നോ അവര് മുസ്ലിമീങ്ങളല്ലെന്നോ മുശ്രിക്കുകളാണെന്നോ പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം. അത് മാത്രമോ, തബ്ബത് സൂറത്ത് അറിയില്ലേ, ഒരുമിച്ച് ഓതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഇതാണ് പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത്, നബിതങ്ങൾ ജനിച്ച ദിവസം അബൂലഹബ് എന്ന് പറയുന്ന നരകത്തിലാണ് എന്ന് പറഞ്ഞ നബിതങ്ങളുടെ മൂത്താപ്പ അബൂലഹബ് തബ്ബത് യദാ അബീലഹബിൻ, അബൂലഹബ് രണ്ടൊന്നാണ്, ഒരാളാണ്. അബൂലഹബ് നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അബൂലഹബ് റസൂലുള്ളാഹി തങ്ങളുടെ ജനനം നടക്കുമ്പോൾ സ്വന്തം അനുജന് ഒരു കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞിന്റെ പേര് മുഹമ്മദാണ് എന്ന് പേരിട്ടു എന്നൊക്കെ അറിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് തൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു, സുവൈബത്തുൽ അസ്ലമിയ. ആ സുവൈബ എന്ന് പറയുന്ന അടിമപ്പെണ്ണിനെ മോചനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് അബൂലഹബ്. ആ സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും അബൂലഹബിന് നരകശിക്ഷയിൽ ഇളവുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു കാഫിറായ മനുഷ്യൻ ഹബീബ് ജനിച്ച ദിവസം സന്തോഷിച്ചതിന്, നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന് ഹബീബിന്റെ ജന്മനാളായ തിങ്കളാഴ്ചയിൽ നരകശിക്ഷയിൽ ഇളവുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളായ ആളുകൾ ഹബീബിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുമ്പോൾ അവർക്ക് അല്ലാഹു റഹ്മത്ത് കൊടുക്കില്ലയോ? മാത്രം ചിന്തിച്ചാൽ പോരെ. അതിനെ സംബന്ധിച്ച് തന്നെ കവിതകൾ ചൊല്ലിയ എത്രയോ മഹത്തുക്കളുണ്ട്. അത് മാത്രം റസൂലുള്ളാഹി തങ്ങളുടെ മൂത്താപ്പയ്ക്ക് ഇങ്ങനൊരു ഇളവ് ആ മനുഷ്യന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹബീബിന്റെ ജന്മത്തിൽ സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടേ?
أتنه في يوم الاثنين دائما يخفف عنه للسرور بأحمدا إذا كافرا جاء ذمه وتبت يداه في الجحيم مخلدا